ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ധ്യാന വിഷയമാകുന്ന തിരുവചന ഭാഗം വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. സ്നേഹമുള്ളിടത്താണ് ശാസനയും ശിക്ഷണവുമൊക്കെ ഉള്ളത്. ശാസനയെ സ്നേഹമായും ശിക്ഷണത്തെ കരുതലായും കാണുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. വെളിപാട് പുസ്തകത്തിൻ്റെ 3:19 ഇപ്രകാരം പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരുപാട് ശാസനകളും ശിക്ഷണങ്ങളുമൊക്കെ സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ശിക്ഷണവും നമ്മളെടുത്തൊന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ട്. ആത്യന്തികമായ അതിൻ്റെ പുറകിലെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് സ്നേഹമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിൽ കുഞ്ഞുങ്ങൾ 2 പേര് അല്ലെങ്കിൽ 3 പേര് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയോ അപ്പനോ ആ വഴക്കിൽ ഇടപെടുക മാത്രമല്ല, ആ വഴക്ക് കണ്ട് കേട്ട് ആരെങ്കിലും ശാസന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരെ ശാസിക്കുകയും അത് തിരുത്തുകയുമാണ്. അപ്പോൾ സ്നേഹമുള്ളത് കൊണ്ടാണ് ശാസന കൊടുക്കുന്നത്, കരുതൽ ഉള്ളത് കൊണ്ടാണ് ശിക്ഷണം കൊടുക്കുന്നത്. ഈ ഒരു കരുതലും ശിക്ഷണവും സ്നേഹവും കർത്താവ് അനുനിമിഷവും നമുക്ക് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. സ്നേഹമുള്ള കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു, അവർക്ക് തിരുത്തലുകൾ നൽകി അവരെ മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പ്രകാരം കാണുകയാണ്: നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ പോയി ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്കുകൾ കേൾക്കുന്ന പക്ഷം നീ നിന്റെ സഹോദരനെ നേടിക്കഴിഞ്ഞു. മത്തായി സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവെഴുത്ത്: നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ പോയി ആ തെറ്റ് അവന് തിരുത്തി കൊടുക്കുക. ഇവിടെ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ എന്നൊരു പരാമർശം നമ്മൾ കാണുകയാണ്. നീയും എന്നതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അർത്ഥമാക്കുന്നത് ഓരോ ക്രൈസ്തവനും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ക്രൈസ്തവനും തിരുത്താനും തിരുത്തപ്പെടാനും തയ്യാറാകണം എന്നുള്ള ആ വലിയ കാര്യം കർത്താവ് ഈ തിരുവെഴുത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവൻ മാത്രമായിരിക്കുമ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് നീ ചെല്ലേണ്ടതും അവനെ തിരുത്തേണ്ടതും. പൊതുവേദിയിൽ വെച്ചോ മനസ്സിന് മുറിവ് ഉണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ഒന്നും അരുത്. എങ്ങനെ അവരനെ തിരുത്തണം എന്നും കൂടെ യേശു വളരെ കൃത്യമായും വ്യക്തമായും ഈ തിരുവചനത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മളെ എല്ലാവരെയും കർത്താവ് പഠിപ്പിക്കുന്നതാണ്. തെറ്റ് ചെയ്തവനും അല്ലെങ്കിൽ തെറ്റിലകപ്പെട്ടവനും ഞാനും അല്ലെങ്കിൽ നീയും തനിച്ചായിരിക്കുമ്പോൾ ചെന്നാണ് ആ തെറ്റ് അവന് തിരുത്തി കൊടുക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം അവിടെ ധ്യാനിക്കാനായിട്ട് കൊളത്തുവൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരി ഷെയർ ചെയ്തൊരു സംഭവം ഓർക്കുകയായിരുന്നു. ആ സഹോദരി പറഞ്ഞു, ഓഫീസിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സഹോദരിയാണ്. പക്ഷേ അതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സഹോദരന് വളരെ കോപിക്കുകയും വളരെ സ്പീഡിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന പോലെ വർത്തമാനം പറയുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ നിസ്സാര കാര്യത്തിന് വേണ്ടി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പൊട്ടിത്തെറിക്കുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പ്രകൃതം എന്ന വണ്ണം അയക്കുകയാണ്. ഈ സഹോദരി ഇതെല്ലാം കണ്ട് മടുത്ത് അവസാനം ഭർത്താവിനോട് എന്ന് പറഞ്ഞു, ഞാൻ ആ ജോലി രാജിവെക്കാനായിട്ട് പോവുകയാണ്, എനിക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവ് പറഞ്ഞു, എങ്കിൽ പിന്നെ ആയിക്കോട്ടെ, നീ ആ ജോലിയെല്ലാം ഉപേക്ഷിച്ചേരെ, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കാം. അങ്ങനെ ജോലിയെല്ലാം വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ആ സമയത്താണ് ധ്യാനിക്കാനായിട്ട് കൊളത്തുവേൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ സഹോദരി വന്നത്. ഈ സഹോദരി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററെ, ചെറിയ കാര്യം പോലും മറ്റെല്ലാവരുടെയും മുൻപിൽ വെച്ച് വളരെ പരസ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞങ്ങളുടെ മനസ്സിന് വല്ലാതെ മുറിവേറ്റിട്ടുണ്ട്, വളരെ പ്രത്യേകിച്ച് ആ സഹോദരിക്ക്. എന്നിട്ട് സഹോദരി പറഞ്ഞു,
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ജോലി വേണ്ട എന്ന് വെച്ച് പോന്നത് തന്നെയെന്ന്. ഇവിടെ ഈ മത്തായി സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, നീയും തെറ്റ് ചെയ്ത സഹോദരനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് അവന് ആ തെറ്റ് തിരുത്തി കൊടുക്കണം. തിരുത്തി കൊടുക്കേണ്ട രീതികളെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുകയാണ്. മറ്റുള്ളവർ കാണുകെ കേൾക്കെ അത് ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ മനസ്സിന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഘാതങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ സംസാരിച്ച് വെച്ചത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അനുദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, സമൂഹ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ഓഫീസ് വർക്കിൻ്റെ കൂട്ടായ്മയുടെ അനുഭവത്തിലായിക്കൊള്ളട്ടെ, നമ്മളുടെ വാക്കുകളും സംസാരങ്ങളും വളരെ പ്രത്യേകമാവിധം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ സമൂഹത്തിൻ്റെ അടിയിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉയർത്തി സമൂഹ മധ്യത്തിലേക്ക് ഒരു തിരുത്തലിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ അത് വളരെ കാര്യമായി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി അത് വളരെ മാന്യതയോടും വിശുദ്ധിയോടും സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ ആയിരിക്കട്ടെ എന്ന്. ഭർത്താവ് ഭാര്യയെ ഒരു കാര്യത്തിന് വേണ്ടി വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ തിരുത്തൽ ആവശ്യമുള്ള ഒരു മേഖല തന്നെ ആയിക്കൊള്ളട്ടെ, ആ മേഖലയിൽ തിരുത്തൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരത് കാണുന്നു, അവരത് മനസ്സിലാക്കുന്നു, അത് അവരുടെ ഹൃദയത്തിൽ ആ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അതേസമയം കുഞ്ഞുങ്ങളില്ലാത്ത നേരം നോക്കിയാണ് ആ തിരുത്തൽ ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഈ സഹോദരൻ കൊടുക്കുന്നതെങ്കിലോ അവൾക്കത് നന്മയിലേക്ക് വരാനായിട്ടുള്ള നല്ലൊരു വഴി കൂടെ തീർത്ത് വയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് വളരെ പ്രത്യേകമാമധം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ തിരുവെഴുത്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. സഹോദര സ്നേഹത്തെ പ്രതിയാണ് തിരുത്താനായിട്ട് കർത്താവ് ആവശ്യപ്പെടുക. ഒരു തിരുത്തൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആളുടെ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സഹോദര ആ ചെയ്തത് ശരിയായില്ല, അതല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നിനക്ക് ചെയ്യാമായിരുന്നു. ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള തിരുത്തലാണ് ഞാൻ അവരന് കൊടുക്കുന്നെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടതുപോലെ അത് അവനെ തീക്ഷ്ണതയുള്ളവനാക്കി തീർക്കും. മാത്രമല്ല അനുതാപത്തോടുകൂടെ അവന് വീണ്ടും ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു വാതിലും കൂടെ നമ്മൾ അവന് വേണ്ടി തീർത്തു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം സഹോദര സ്നേഹത്തെ പ്രതി നമ്മൾ തിരുത്തുകയാണെങ്കിൽ ആ ജീവിതം ഏറ്റവും വിശുദ്ധമായ രീതിയിലേക്ക് കടന്നു വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭവനങ്ങളൊക്കെ സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്ന ഭവനങ്ങളും ഭവനവാസികളും ഒക്കെ ആയിത്തീരും. അപ്പോൾ നമ്മളെ പ്രതി അപരൻ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതായിട്ട് വരികയുമില്ല. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ആണ് നമ്മൾ ഈ ഒരു തിരുത്തൽ അവരന് നൽകുന്നതെങ്കിലോ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാത്രവുമല്ല ഒരുപക്ഷെ അത് ആ വ്യക്തിയെ കൂടുതൽ തിന്മയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനായിട്ടുള്ള സാധ്യതകളും കൂടെയുണ്ട്. നമ്മളുടെ ഓരോ തിരുത്തലുകളും അവരനെ മുറിപ്പെടുത്താതെയാണ് എങ്കിൽ ആ വ്യക്തിക്കത് അനുതാപത്തിലേക്കുള്ള ഒരു വാതിൽ കൂടെയാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. തെറ്റുകൾ തിരുത്തുന്നതോടൊപ്പം പൊറുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാനൊരു അനുഭവം ഓർക്കുകയാണ്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു 22 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു ബാഗൊക്കെ തൂക്കി ഒരു ബസ്സിൽ വന്ന് ഇറങ്ങി. വളരെ തിക്കും തിരക്കുമുള്ള ഒരു ബസ് സ്റ്റാൻഡ്, വളരെ തിരക്കുള്ള ഒരു ബസ്സുമായിരുന്നു. അതിൽ ഒരുപാട് യാത്രക്കാരുമുണ്ട്. ഈ പെൺകുട്ടി ഇറങ്ങിയ പുറകെ ഈ പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗ് പിടിച്ചു വലിച്ചുകൊണ്ട് ഒരുത്തൻ ഓടി. ഇവള് നിലവിളിച്ച് കയറി. അപ്പോഴേക്കും അടുത്തുണ്ടായിരുന്നവരൊക്കെ ഈ ഓടിയ പയ്യൻ്റെ പുറകെ ഓടിപ്പോയി ബാഗ് പിടിച്ച് മേടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ആ സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്, കുറേ ആൾക്കാർ ബസ് കാത്ത് അവിടെ നിൽപ്പുണ്ട്. ഒരു കൊച്ചു പയ്യനാണ്, അവനെ അവിടെ കൊണ്ടുവന്നു, അവളുടെ മുൻപിൽ നിർത്തി. അപ്പോഴേക്കും സിറ്റി പോലീസ് എത്തി, അവിടെ അവനെ വളഞ്ഞും ആൾക്കാരായി. അപ്പോൾ ഈ പെൺകുട്ടി എല്ലാവരോടുമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളാരും എൻ്റെ ബാഗ് ഇവനെടുത്തുകൊണ്ട് പോയി എന്നതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരട്ടെ. ആ പെൺകുട്ടി പറയുകയാണ്, ആ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ഈ പയ്യനോട് ചോദിച്ചു, നീ എന്താ മോനെ ഈ കാണിച്ചത്?
ഉടനെ ആ ബാലൻ ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം അവനൊറ്റ നോട്ടം തോന്നുകയുള്ളൂ. അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് 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 അവൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഇവിടെ ഈ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ കിടക്കുക. അമ്മച്ചിക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 5000 രൂപയോളം കൊടുക്കണം. എനിക്ക് അപ്പച്ചനില്ല, അപ്പച്ചൻ മരിച്ചുപോയി. ഇവൻ്റെ ഇളയത് ഒരു കുഞ്ഞു പെങ്ങളാണുള്ളത്. പെങ്ങളും അമ്മയോടൊപ്പം ആശുപത്രിയിലുണ്ട്. അപ്പോൾ അമ്മച്ചിയെ ആശുപത്രിയിൽ നിന്ന് ഇറക്കാനായിട്ടുള്ള പണം ഇവൻ നോക്കിയിട്ട് ഒരു പ്രകാരത്തിലും ഉണ്ടാക്കാനായിട്ട് ഇവന് സാധിക്കുന്നില്ല. അങ്ങനെ വിഷമിച്ച് ഇവൻ വന്ന് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി ഈ ബസ്സിൽ ഇവനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഈ ബാഗ് ഇവൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇവൻ എന്നിട്ട് അവിടെ നിന്ന് പരസ്യമായിട്ട് പറഞ്ഞു, ഇതിനകത്ത് പൈസയുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് എടുത്തുകൊണ്ട് ഓടിയത്. അപ്പം ഈ പെൺകുട്ടി അതിന് മറുപടിയായിട്ട് ഈ പയ്യനോട് പറയുകയാണ്, മോനെ നീ എന്തിനാ എടുത്തുകൊണ്ട് ഓടിയത്? നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചാൽ എന്നതുപോലെ ആ പെൺകുട്ടി വളരെ ധീരവതിയായി നിന്നുകൊണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുഞ്ഞിനോട് പറയാം, നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ, ഞാൻ നിനക്ക് തന്നേനല്ലോ. ഞാനും ഉടനപ്പണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടി ആ ബാഗ് തന്നെ തുറന്ന് അതിനകത്തുനിന്ന് 1000ൻ്റെ 2 നോട്ടെടുത്ത് ഈ ബാലൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതും കൊണ്ട് പൊക്കോ, പോയി അമ്മയെ ആശുപത്രിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് പോലെ ഇറക്കാൻ പറ്റുന്നത് പോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യ് എന്ന് പറഞ്ഞ് പെൺകുട്ടി ആ സംഭവത്തിന് അങ്ങോട്ട് ഒരു വിരാമമിടുകയാണ്. പോലീസുകാരൻ ഇപ്പോൾ അവിടെ നിന്നു. അവരൊന്നും പറഞ്ഞില്ല. നിമിഷ നേരം കൊണ്ട് ജനം മുഴുവനും തിരിഞ്ഞു. അതിനുശേഷം ഈ കുട്ടി അടുത്ത ബസ് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ സഹോദരിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, മോളെ നിനക്കിത് ഈ പ്രശ്നം ഇങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് എങ്ങനെ സാധിച്ചു? ഉടനെ അവൾ പറയുക, സിസ്റ്ററെ ഞാൻ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രവർത്തകയാണ്. ഞാനൊരു സ്ഥലത്തൊരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ്. അപ്പം എനിക്ക് ഈ കുഞ്ഞിനോട് അങ്ങനെ സംസാരിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. വാസ്തവത്തിൽ അവിടെ കർത്താവ് പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നു. സ്നേഹത്തോടെയുള്ള ശിക്ഷണവും നടന്നു, സ്നേഹത്തോടു കൂടിയുള്ള തിരുത്തലും നടന്നു. മാത്രമല്ല ആ തിരുത്തൽ ഒരു പൊറുക്കലിലേക്ക് കൂടെ വഴി നടത്തുന്നതായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എത്രമാത്രം സാധ്യതകളും സംഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ കർത്താവ് ഓരോ ദിവസവും നമുക്കായി ഒരുക്കുന്നുണ്ട്. അപ്പം നമുക്കും ഈ ഒരു രീതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരോട് നല്ല രീതിയിൽ ഇടപെടാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. പൗലോസ്ലിയ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6ാം അധ്യായം 1-ാമത്തെ തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്, സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ അകപ്പെടുന്ന പക്ഷം സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. പറയുകയാണ്, തെറ്റിൽ നിന്റെ സഹോദരൻ അകപ്പെടുന്ന പക്ഷം സൗമ്യതയോടു കൂടെ അവനെ വീണ്ടെടുക്കാൻ. സൗമ്യത, അവരനെ വീണ്ടെടുക്കാൻ സൗമ്യത ഒരു വലിയ ആയുധം തന്നെയാണ്. സൗമ്യതയോടുകൂടെ നമ്മൾ ഇടപെടുകയാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് കൂടുതൽ സ്വീകാര്യമാകുകയും തിരിച്ചു വരികയും ചെയ്യും. വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും കാണുക, കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെക്കുക, വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം തിരുത്തൽ കൊടുക്കുക. അത് വളരെ നല്ല കാര്യമാണ്. എല്ലാം കാണുക, എന്നാൽ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുക, വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം തിരുത്തൽ നൽകുക. അപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ ഈ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് ഈ ഒരു സ്നേഹത്തിലൂടെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. പല വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, ഇവരിപ്രകാരമുള്ള പ്രവൃത്തികളിലേക്ക് പോകാനായിട്ടുള്ള കാരണങ്ങൾ അവർ വളർന്നു വരുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഈ ബാലനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ്റെ വളർന്നു വന്ന സാഹചര്യം കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ആ മേഖലകളാണ് അവനെ കളവിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ലാത്തത് കൊണ്ടാണ് അവൻ ആ മോഷണ പ്രവൃത്തിയിലേക്ക് പോയത് എന്ന് നമ്മൾ കാണുകയാണ്. അപ്പം നമ്മളുടെ വളരെ സ്നേഹപൂർവമായ തിരുത്തലുകൾ കൊണ്ട് ഹൃദയപൂർവ്വം അവനെ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നേടാനായിട്ട് സാധിക്കും. ആ ബാലൻ അവിടെ നിന്ന് പോയത് വളരെ തീക്ഷ്ണതയുള്ളവനായിട്ടാണ് ആ ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് പോയത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും അഭിവൃദ്ധിക്ക് ഉതകുന്ന വിധത്തിൽ അവർക്ക് വേണ്ടതായ സൗമ്യതയോടു കൂടിയുള്ള തിരുത്തലുകൾ കൊടുക്കുവാനായിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞു തരികയാണ്.
അതുപോലെ തന്നെ നമ്മൾ അവരിന് കൊടുക്കേണ്ട കാര്യം കൊടുക്കേണ്ട ഒരു സമയമുണ്ട്, തിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്, തിരുത്തേണ്ട ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടിടത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ബലസിദ്ധി കാണാനായിട്ട് സാധിക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പ്രകാരം കാണുകയാണ്: സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. കർത്താവ് പറയുകയാണ്, പരസ്പരം നിങ്ങൾ സ്നേഹത്തോടുകൂടെ വർത്തിക്കണം എന്ന് പറയുന്ന കർത്താവിൻ്റെ ആ ശൈലി എതിർപ്പ് മനോഭാവത്തിലേക്ക് പോകരുത് എന്നുള്ളതിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുകയാണ്. പൗലോസ്ലീഹ എഴുതിയ കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്: തെറ്റിൽ അകപ്പെടുന്ന സഹോദരനെ വീണ്ടെടുക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുതന്നെ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിലും നമ്മൾ കാണുന്നുണ്ട്: തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ കൊടുക്കാതെ പകരം എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കാനായിട്ട് പറയാം. അപ്പം തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നോട് തിന്മയായി പ്രവർത്തിക്കുന്ന ഒരാളെ ഞാൻ അനുഗ്രഹിച്ച് വിടുമ്പോൾ, അവന് ഞാൻ നന്മ ആശംസിക്കുമ്പോൾ, ആ ഒരു വ്യക്തിയെ എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് വാസ്തവത്തിൽ ഞാൻ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമുക്ക് തന്ന ഈ ജീവിതം കൊണ്ട് അനേകരെ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള നിത്യജീവിതത്തിലേക്കുള്ള വലിയ ഒരു കരുതിവെപ്പാണ് അതിലൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. യാക്കോബ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്: നാം എല്ലാം പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, എന്നാൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അങ്ങനെ തന്നെ നമ്മൾ അവരന് ചെയ്തു കൊടുക്കണം. എന്നിൽ നിന്ന് എന്ത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ എനിക്ക് അവരന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പം ആ സംസാരം എന്ന് പറയുന്നത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവരനോട് സംസാരിക്കാം, വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കാം, വളരെ സൗമ്യതയോടും ശാന്തതയോടും വിനയത്തോടും കൂടെ നമുക്ക് സംസാരിക്കാം. അപ്പം ആ ഒരു സൗമ്യതയും വിനയവും സ്നേഹവും ഒക്കെ നമ്മൾ അവരന് കൊടുക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അവരെ അനുഗ്രഹിക്കാനും കൂടെയുള്ളൊരു കൃപയാണ് കർത്താവ് നമ്മൾക്ക് ഓരോരുത്തർക്കും തരുന്നത്. സുവർണ്ണ നിയമത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരനോട് മറ്റുള്ളവരോട് പെരുമാറണം. ഉദാഹരണത്തിന് നമ്മളൊരു ഓഫീസിൽ ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുകയാണെന്ന് കരുതുക. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഓഫീസിലിരിക്കുന്ന ആൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭംഗിയായും കുറവില്ലാതെയും കൃത്യസമയത്തും ചെയ്തു തരണം എന്നുള്ളതാണ് നമ്മളുടെ ആശ. വീണ്ടും ഈ കാര്യത്തിന് വേണ്ടി ഒന്നും കൂടെ ഇടവരാതിരിക്കുവാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോരുത്തരെ സമീപിക്കുന്നത്. കർത്താവ് പറയാണ്, നമ്മളെങ്ങനെ ആശിക്കുന്നോ അങ്ങനെ നമ്മളെ സമീപിക്കുന്നവരോട് നമുക്ക് പെരുമാറാനായിട്ട് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, അയൽവാസികളെ കൊണ്ട് ഞാൻ മടുത്തു. എന്താണ് കാര്യം ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, അവരുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം ഞങ്ങളുടെ പറമ്പിൻ്റെ സൈഡിലാണ് അവർ കൊണ്ടുവന്നിടുന്നത്. സഹോദരി പറഞ്ഞു, സിസ്റ്റർ, ഒരിക്കലും ഞാൻ അങ്ങനെ മറ്റൊരാളുടെ പറമ്പിൽ കൊണ്ടുപോയി വേസ്റ്റ് ഇതുവരെ ഇട്ടിട്ടില്ല, ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പറമ്പിൽ അത് ഇരിക്കുന്നതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ അയൽവാസി സഹോദരി ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ആ സഹോദരി പറഞ്ഞത് ഓർക്കുന്നു. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം, ആ നന്മ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മളോട് മറ്റുള്ളവർ ചെയ്യരുതെന്ന് നമ്മൾ ആശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ അത് ആ രീതിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഈ സുവർണ്ണ നിയമം പ്രവൃത്തി പദത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക.
വിശുദ്ധ ജോസഫിൻ ബെക്കിത്തയുടെ ജീവിതത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. സുഡാനിലെ അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട ഈ പെൺകുട്ടി അവളുടെ ഉടമസ്ഥരിൽ നിന്ന് ഒരുപാട് കഠോരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നവൾ. അവളുടെ ശരീരത്തിൽ 144 ഉണങ്ങാത്ത മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഈ മുറിവുകളിൽ ധാന്യപ്പൊടിയും മണലുമെല്ലാം വെച്ച് കൂടുതൽ അവളെ പീഡിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ബെക്കിത്ത പറയുകയാണ്, ഇപ്രകാരം എന്നോട് ചെയ്ത ആ ഉടമയെ ഞാൻ ഇപ്പോൾ കണ്ടാൽ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഇടപെടും, വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ സംസാരിക്കും, എന്നോട് ചെയ്തതൊന്നും ഞാൻ കാണിക്കുകയില്ല എന്ന് ആ ജീവചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നമുക്കൊരിക്കൽ കൂടെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. കൊളോസ്സൂസ് ലേഖനത്തിൻ്റെ 3:16 കൂടെ ശ്രദ്ധയിൽപ്പെടുത്താം. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ഉപദേശിക്കുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ ശാസിക്കുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ തിരുത്തുമ്പോൾ ഈ ഒരു നിയമം, കർത്താവിൻ്റെ വചനത്തിൻ്റെ നിയമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ, ഉള്ളിൽ ജീവിക്കട്ടെ. അപ്പം നമുക്കിന്ന് ഒരു നല്ല തീരുമാനത്തിലേക്ക് കടന്നു വരാം. എൻ്റെ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശാസന കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ തിരുത്തുകൾ കൊണ്ട് അനേകരെ സൗമ്യതയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, കരുണയോടുകൂടെ, കരുതലോടുകൂടെ ഞാൻ തിരുത്തും. ആ തിരുത്തൽ ദൈവരാജ്യത്തിലേക്ക് എത്തി നിൽക്കും എന്ന ഒരു നല്ല തീരുമാനം നമുക്കെടുക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ ആത്മാവിന് ശക്തിയും ജീവനുമാകട്ടെ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ എല്ലാവരെയും നിറച്ചുവല്ലോ. ആരെയും മുറിപ്പെടുത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അവരിന് വേണ്ടവണ്ണം തിരുത്തൽ നൽകി ജീവിക്കുവാൻ, തിരുത്തലുകൾ സ്വീകരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.